ഒരു ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ അത് ഗ്യാസ് ആണെന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യാതിരിക്കുക. ഒരു ECG എങ്കിലും എടുത്ത് നോക്കുക, ഒരു ഡോക്ടറെ കാണുക. പിന്നെ ഇപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചോളമുള്ള പ്രശ്നമാണെങ്കിലും ഇപ്പോൾ ചെസ്റ്റ് പെയിൻ വന്നു കണ്ടു കഴിഞ്ഞാൽ ടിപ്പിക്കലായിട്ടുള്ളൊരു സിംറ്റം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മസിൽ പെയിൻ കൊണ്ടുണ്ടാകാം, ഗ്യാസ് കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു മേ ബി ഒരു വൈറൽ ഫീവറിൻ്റെ തുടക്കത്തിലുണ്ടാകും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ടാകും. ഒരു മോർ ഡേഞ്ചറസ് കണ്ടീഷൻ ഡയോഡിക് ഡിസെക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഒറ്റ പരിശോധന ചിലപ്പം കാണത്തില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് 2 hour കഴിഞ്ഞ് ECG എടുക്കാൻ പറയും, അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ECG ഒബ്സർവേഷൻ കഴിഞ്ഞ് ചിലപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഗ്യാസ് കാരണം വരുന്നതിന് ഒരിക്കലും ഒരു ഷോൾഡർ പെയിൻ അതൊന്നും വരാം. ഗ്യാസ് നമ്മൾ സ്റ്റൊമക്ക് ഫുള്ളായി ഗ്യാസ് ഇത് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഷോൾഡറിൽ റഫഡ് പെയിൻ വരാം, ഡയഫ്രം ഇറിറ്റേഷൻ കൊണ്ട് വരാം. അപ്പോൾ അതുകൊണ്ട് നോട്ട് എ വെരി ഈസി തിങ് ടു സേ. അതെ. അതുപോലെ തന്നെ ഡോക്ടർ ഈ മരുന്ന് കഴിക്കുന്നത് നമ്മൾ ആന്റിബയോട്ടിക്സ് കൂടുതൽ കഴിക്കുന്നു കേരളത്തിലെ മോർബിഡിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ മരുന്ന് OTC ഓവർ ദ കൗണ്ടർ പലർക്കും നല്ല അറിവാണ് മരുന്നിനെ കുറിച്ചൊക്കെ പലരും. അപ്പോൾ അത് അങ്ങനെ ഒരു ഇതുണ്ടോ, ഡേഞ്ചർ ആണോ? ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു സിമ്പിൾ കാര്യമല്ല അത്.